MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാൻ ED. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം. PMLA വകുപ്പ് പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് രാത്രിയാണ് ഫസൽ ഗഫൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രയ്ക്കായി എത്തിയത്. ഇവിടെ വെച്ചാണ് EDയുടെ നോട്ടീസിന്റെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവിടെ യാത്രാ വിലക്കടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ED പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിലവിൽ PMLA വകുപ്പ് പ്രകാരം ഈ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ യാത്രാ വിലക്കുള്ളതിനാൽ സഞ്ചരിക്കാൻ ആവില്ല എന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ അദ്ദേഹം ഇതിന് നൽകിയിരിക്കുന്നത് ഈ ഒരു നോട്ടീസിന്റെ കാര്യമായി ഈ ഒരു ഡേറ്റിന്റെ കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇന്നാണ് ED ഓഫീസിൽ അദ്ദേഹം ഹാജരാകേണ്ടത്. കോഴിക്കോട് ED ഓഫീസാണ് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഹാജരാകേണ്ടത്. അപ്പോൾ ഈ കോഴിക്കോട് യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഹാജരാകേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഏതായാലും അഭിഭാഷകനുമായെല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ തുടർ നടപടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് PMLA വകുപ്പ് പ്രകാരം അദ്ദേഹത്തിന്റെ MES ചെയർമാനെ ഇത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക കാര്യങ്ങളിലാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ED ചില പരിശോധനകളടക്കം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. ഈ നോട്ടീസിലെ തീയതിയാണ് അദ്ദേഹം ശ്രദ്ധിക്കാതിരുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണമായി പറയുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട EDക്ക് വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ED യൂണിറ്റ് ആണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനെതിരെയാണ് EDയുടെ അന്വേഷണം. PMLA വകുപ്പ് പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്.